മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ രേഷ്മ എന്ന ചിന്നു പാപ്പുവിന്റെ മരണത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. കാസർഗോഡ് ആദൂർ സ്വദേശിനിയായ രേഷ്മയെ ഇന്നലെയാണ് ആസാദ് നഗറിലെ വാടക ക്വാർട്ടേഴ്സിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഭർത്താവുമായി അകന്നു കഴിഞ്ഞിട്ട് ഇവർ ആൺ സുഹൃത്തിനൊപ്പമായിരുന്നു താമസമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇവർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നും പോലീസ് പറയുന്ന പശ്ചാത്തലം ഉണ്ട്. സന്ദേശ് എന്ന ഇയാളെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. ഇയാളാണ് ആൺ സുഹൃത്ത് എന്നാണ് മനസ്സിലാക്കുന്നത്. KV ബൈജു ഉണ്ട്. ബൈജു, കലഹങ്ങൾ പതിവായിരുന്നുവെന്ന് അയൽവാസികളൊക്കെ പറയുന്നുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? പോലീസ് എന്തെങ്കിലും സൂചനകൾ കിട്ടിയിട്ടുണ്ടോ? രഞ്ജിത്തെ, ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല എന്ന് ആവർത്തിച്ച് വ്യക്തമാക്കുമ്പോഴാണ് ഇത്തരത്തിൽ വലിയ തോതിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ ഇൻഫ്ലുവൻസറായി പ്രവർത്തിക്കുന്ന ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്ത വിവരം പുറത്തു വരുന്നത്. വലിയ ഞെട്ടലോടെയാണ് മലയാളികൾ ഈ വാർത്ത കേട്ടത്. എന്തായാലും ഈ സംഭവത്തിൽ പോലീസ് ഇപ്പോൾ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഇതിൽ കുടുംബം ഇപ്പോൾ പരാതിയുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഗംഗാധരൻ എന്ന് പറയുന്ന ഇവരുടെ പിതാവ് ഇത് സംബന്ധിച്ച് സമഗ്രമായ ഒരു അന്വേഷണം നടത്തണം, ആത്മഹത്യക്ക് കാരണം എന്താണെന്ന് കണ്ടെത്തണം എന്നൊക്കെയാണ് ഇവരുടെ ആവശ്യം. ഇപ്പോൾ എന്തായാലും ഈ വീട്ടിൽ നിന്നും ഈ ആദൂറായിരുന്നു ഇവരുടെ സ്വദേശമെങ്കിലും ഇവർ കാസർഗോഡ് നഗരത്തിലാണ്, വാടക ക്വാർട്ടേഴ്സിലാണ് താമസം. അവിടെ ഒരു ആൺ സുഹൃത്തുമായി ഉണ്ടായിരുന്നു. ആൺ സുഹൃത്തുമായി കഴിഞ്ഞ 4 ദിവസത്തോളം വലിയ തോതിലുള്ള ഇവർ തമ്മിൽ തർക്കമുണ്ടായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. അതുകൊണ്ടാണ് ഈ ആൺ സുഹൃത്തിനെ കേന്ദ്രീകരിച്ച് ആൺ സുഹൃത്തിന്റെ വിശദമായ മൊഴി രേഖപ്പെടുത്താൻ ഇപ്പോൾ പോലീസ് തീരുമാനിച്ചിട്ടുള്ളത്. ഏതായാലും ഇവരുടെ വിശദമായ പോസ്റ്റ്മോർട്ടം ഇപ്പോൾ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടക്കുന്നുണ്ട്. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി കിട്ടിയാൽ മാത്രമേ പോലീസ് ഇതിലൊരു വ്യക്തത ഉണ്ടാകൂ. ഏതായാലും കൃത്യമായ ഒരു അന്വേഷണം അതാണ് പോലീസ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. അതിൽ കുടുംബത്തിന്റെ മൊഴിയെടുക്കും, മറ്റ് സുഹൃത്തുക്കളുടെ മൊഴി രേഖപ്പെടുത്താനും തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും 2 ലക്ഷത്തിലധികം ഫോളോവേഴ്സ് ഉള്ള ഈ രേഷ്മ എന്ന് പറയുന്ന ചിന്നു പാപ്പു കാസർഗോഡൻ തനത് ശൈലിയിലുള്ള വീഡിയോകളാണ്. അത് പാചകവും യാത്രകളും ഒക്കെയായുള്ള വീഡിയോകളാണ്. വളരെ സന്തോഷവതിയായാണ് ഓരോ വീഡിയോകളും ബ്ലോഗിലും അവരെ കാണപ്പെടാറുള്ളത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ആത്മഹത്യ ചെയ്യുമെന്ന് ഒരു തരത്തിലുള്ള പ്രതീക്ഷയും ഇവരുടെ കുടുംബത്തിനോ അതല്ലെങ്കിൽ ഇവരുടെ സുഹൃത്തുക്കൾക്കോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. വലിയ ഞെട്ടലോടുകൂടിയാണ് ഇവരുടെ ഈ ആത്മഹത്യാ വിവരം ഇവർ കേട്ടത്. ഏതായാലും ഇന്നലെ ഉച്ചയോട് കൂടിയാണ് ഈ ആസാദ് നഗറിലുള്ള ക്വാർട്ടേഴ്സിൽ ഇവരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഈ ആൺ സുഹൃത്ത് ഇവരെ നിരന്തരം ഫോൺ വിളിച്ചിട്ടും ഫോൺ എടുക്കാത്തതിനെ തുടർന്ന് വീട്ടിലെത്തി നോക്കിയപ്പോഴാണ് കിടപ്പുമുറിയിലെ ഫാനിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടത്. വളരെ പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ എത്തിക്കാൻ ശ്രമിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. ഈ സംഭവത്തിൽ പോലീസ് പറയുന്നത് ഇത് തന്നെയാണ്. ഈ കഴിഞ്ഞ 4 ദിവസത്തോളമായി ഇവർ തമ്മിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഈ രണ്ടാമത് ഉള്ള ആൺ സുഹൃത്ത് നേരത്തെ വിവാഹിതയായിരുന്നു. വിവാഹമോചനം സംബന്ധിച്ച കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതിനിടയിലാണ് മറ്റൊരാളുമായി പ്രണയിതാവുന്നതും ഒരുമിച്ച് താമസിക്കുന്നതൊക്കെ ഉണ്ടായിരുന്നത്. ഇവർ തമ്മിലുണ്ടായ ഏതെങ്കിലും പ്രശ്നത്തിന്റെ പേരിലാണോ ഈ രേഷ്മ ആത്മഹത്യ ചെയ്തതെന്നാണ് പോലീസ് പ്രധാനമായും അന്വേഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കൃത്യമായ ഇയാളുടെ മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷമായിരിക്കും പോലീസ് തുടർ നടപടികളിൽ കടക്കുക. ഇതിനിടയിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും വളരെ പ്രധാനമാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി ലഭിച്ചാൽ മാത്രമേ പോലീസിന് ഇതിനൊരു വ്യക്തത ഉണ്ടാകൂ. അത്തരത്തിൽ കൃത്യമായ ശാസ്ത്രീയമായ വ്യക്തത തെളിവുകൾ തേടി പോലീസ് ഇതിൽ പോവുകയാണ്. ഏതായാലും അന്വേഷണം ഇത് സംബന്ധിച്ച് ഊർജിതമാക്കിയിട്ടുണ്ട്. പിതാവ് ഇത് സംബന്ധിച്ച് പരാതിയുമായി രംഗത്ത് വരുന്ന സാഹചര്യം കൂടി ഉള്ള കൊണ്ട് പോലീസ് ഇത് വളരെ ഗൗരവത്തോടെ തന്നെയാണ് എടുത്തിട്ടുള്ളത്. KV ബൈജു വിവരങ്ങൾ പങ്കുവച്ചു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.